LDF ഭരിക്കുന്ന മണർകാട് പഞ്ചായത്തിനോട് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയ വിരോധം തീർക്കുന്നതായി പരാതി. പഞ്ചായത്തിലെ കളിക്കളം പദ്ധതിക്ക് പണം അനുവദിക്കാതെ MLA അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നതിനെതിരെയാണ് പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ മണർകാടിനെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി 2023 ഏപ്രിൽ 11 അന്നത്തെ MLA ഉമ്മൻചാണ്ടിക്ക് നിവേദനം നൽകി. ഈ അപേക്ഷ പ്രകാരം ഉമ്മൻചാണ്ടി കായിക മന്ത്രിക്ക് കത്ത് നൽകി. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പിന്നീട് വന്ന ചാണ്ടി ഉമ്മൻ പഞ്ചായത്തിനെ അവഗണിക്കുകയാണെന്ന് ഭരണസമിതി ആരോപിക്കുന്നു. 2023 മണ്ണാട് ഗ്രാമപഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന സർക്കാരിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഏറെ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും അദ്ദേഹം തൻ്റെ മണ്ഡലത്തിലെ മണ്ണാട് പഞ്ചായത്തിനെ ഒരു കളിസ്ഥലം പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതാണ്. നിർവാഹത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് വന്നത് ചാണ്ടി ഉമ്മൻ MLA ആണ്. ഒന്നാമത് കൊടുത്ത പേര് മീനടത്തിൻ്റെ ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മീനടത്തിൻ്റെ പേരാണ് ശുപാർശ ചെയ്ത് സ്പോർട്സ് കൗൺസിലേക്ക് അയച്ചത്. സ്പോർട്സ് കൗൺസിലിന്റെ 50 ലക്ഷവും MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷവുമാണ് പദ്ധതിക്കായി പ്രതീക്ഷിച്ചത്. എന്നാൽ പദ്ധതിക്കായി നീക്കിവെക്കാൻ തന്റെ പക്കൽ ഫണ്ടില്ലെന്നാണ് MLA ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ MLA ഫണ്ട് 1 കോടിയോളം രൂപ ഇനിയും ചെലവഴിക്കാനുണ്ടെന്ന് രേഖകളിൽ വ്യക്തമാണ്. രണ്ട് പ്രധാനപ്പെട്ട ഒരു വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ MLAയും ഇവിടുത്തെ UDF നേതൃത്വവും പറയുന്നത്. ഒന്ന്, പൈസ അദ്ദേഹത്തിൻ്റെ ലാപ്സായി ഏതാണ്ട് പൂർണ്ണമായി തീർന്നു എന്നുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇപ്പോൾ നമ്മുടെ 140 നിയോജക മണ്ഡലത്തിലെയും MLAമാരുടെ ഫണ്ടിൻ്റെ വിവരങ്ങൾ നമുക്ക് വെബ്സൈറ്റ് വഴി അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് മണർകാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടെ പദ്ധതി 50 ലക്ഷം രൂപ കൂടെ ചേർത്താൽ പോലും MLAയുടെ ആസ്തി വികസന ഫണ്ടിൻ്റെ അകത്ത് ഇപ്പോൾ ഈ 4 മണിക്ക് നോക്കിയാലും 50 ലക്ഷം രൂപ ബാക്കി നിൽക്കുകയാണ്. വസ്തുതകൾ ഇതായിരിക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചാണ്ടി തെറ്റായ പ്രചരണം സംഘടിപ്പിക്കുകയാണെന്നും ഭരണസമിതി ആരോപിക്കുന്നു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.